ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആച്ചീസ് കുക്ക് വേൾഡ്. ഞാനിത് തയ്യാറാക്കാൻ പോകുന്നത് പൊട്ടറ്റോ പിൻവീൽസ് ആണ്. ഈ മഴക്കാലത്ത് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരം ഈസിയായിട്ട് തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതേപോലെ 2 ടേബിൾ സ്പൂൺ റവ, 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ, സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ യൂസ് ചെയ്യാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, മാവ് കുഴച്ചെടുക്കാൻ ആവശ്യമുള്ള അത്ര വെള്ളം. ഒരു പാത്രത്തിൽ ആദ്യം മൈദാമാവ് ഇട്ട് കൊടുക്കാം. എടുത്തു വച്ചിരിക്കുന്ന 1 കപ്പ് മൈദാമാവ്, അതിലേക്ക് 2 ടേബിൾ സ്പൂൺ റവയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള അത്ര ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ആ എണ്ണയും ഉപ്പും എല്ലായിടത്തും എത്തുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം കുറേച്ച് ഒഴിച്ച് ഇതിന് നല്ലൊരു ഡോ ആയിട്ട് കുഴച്ചെടുക്കാം. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യണം. ആവശ്യമുള്ള അത്ര വെള്ളം ഒഴിച്ച് ചപ്പാത്തിയുടെ അതേ ഒരു കൺസിസ്റ്റൻസിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ ആ ഡോ റെഡി ആയിട്ടുണ്ട്. ഇതിനി ഒന്ന് ഒരു തുണി വെച്ച്, ഒരു നനഞ്ഞ തുണി വെച്ച് ഒന്ന് അടച്ച് ഒരു 20 മിനിറ്റ് വെച്ചേക്കാം. ഫില്ലിംഗ് തയ്യാറാക്കാൻ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ ജീരകപ്പൊടി, 1 നുള്ള അയമോദകം, കുറച്ച് മല്ലിയില അരിഞ്ഞത്, 1 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ നാരങ്ങാ നീര്, 1 പൊട്ടറ്റോ വേവിച്ച് അത് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോയിലോട്ട് എല്ലാ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ആദ്യം പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം. എടുത്ത് വെച്ചിട്ടുള്ള 1 നുള്ള് അയമോദകം ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊട്ടറ്റോയും ഈ ചേർത്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ നല്ല രീതിയിലൊന്ന് മിക്സായി വരുന്നവരെ മിക്സ് ചെയ്യാം. അപ്പോൾ ഇതേപോലെ മിക്സ് ചെയ്തെടുക്കുക. ഫില്ലിംഗ് തയ്യാറായിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം. 20 മിനിറ്റ് അടച്ചു വെച്ചിരുന്ന മാവ് റെഡി ആയിട്ടുണ്ട്. ഇത് ഇനി ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കാം. അതിന് കൗണ്ടർ ടോപ്പിൽ ഞാനൊരല്പം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഈ എണ്ണ ഒന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ആ മാവ് ഒന്നും കൂടെ ഈ കൗണ്ടർ ടോപ്പിലിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ആ മാവൊന്ന് സോഫ്റ്റ് ആവാനും കൂടെ വേണ്ടിയിട്ടാണ് കുഴച്ചെടുക്കുന്നത്. ഇനി ഇതൊന്ന് പരത്തിയെടുക്കാം. നല്ല രീതിയിൽ ഒന്ന് കനം കുറച്ച് പരത്തിയെടുക്കണം. അപ്പോൾ ഇതേപോലെ നല്ല രീതിയിൽ ആ മാവ് പരത്തിയെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് വെച്ച് നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഒരു സ്പൂൺ വെച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല രീതിയിൽ കനം കുറച്ച് ഒന്ന് ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ സ്പ്രെഡ് ചെയ്തെടുക്കണം. ഇനി ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഒരു സൈഡിൽ നിന്ന് പതുക്കെ റോൾ ചെയ്തെടുക്കണം. റോൾ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, ഇത് ലൂസായി പോകരുത്. ഒരല്പം ടൈറ്റ് ചെയ്ത് തന്നെയാണ് റോൾ ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഫില്ലിംഗ് പുറത്തോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരല്പം ടൈറ്റ് ചെയ്ത് തന്നെ റോൾ ചെയ്യുക.
ഇതിനെ മൊത്തത്തിൽ ഇതേപോലെ ഒന്നും കൂടി ഒന്ന് റോൾ ചെയ്യാം. അപ്പോൾ ആ പൊട്ടറ്റോ ഫില്ലിങ്സ് ഇതിലോട്ട് സ്റ്റിക്കായി തന്നെ ഇരിക്കും. ഇനി ഇത് 2 സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. 2 സൈഡും അത്ര ഈവൻ അല്ലാത്തതുകൊണ്ട് അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. പിച്ചാത്തി ഒന്ന് പച്ചവെള്ളത്തിൽ മുക്കിയിട്ട് കട്ട് ചെയ്താൽ നല്ല ക്ലീനായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ 1 ഇഞ്ച് കനത്തിന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ നല്ല സർക്കിൾ, നല്ലൊരു ഷേപ്പിന് കിട്ടും. ഇനി ഒരു ബൗളിലോട്ട് ഒരു അല്പം മൈദാമാവ്, ഒരു 3 ടേബിൾ സ്പൂൺ മൈദാമാവ് മതിയാവും. ആ മൈദാമാവിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുക. കുറച്ചല്ല, നല്ല രീതിയിൽ വെള്ളം വേണം. കാരണം ഇതൊരു വളരെ കനം കുറച്ചിട്ടുള്ളൊരു ബാറ്റർ വേണം. തീരെയും കട്ടി കുറഞ്ഞൊരു ബാറ്റർ, അത്രയും നല്ല ലൂസായിട്ട് വേണം. അങ്ങനെ കലക്കിയെടുക്കണം. ഇതേപോലെ നല്ല ലൂസ് ബാറ്റർ ആയിരിക്കണം. കാരണം നമ്മുടെ പിൻവീൽസ് ആ ബാറ്ററിൽ മുക്കിയിട്ടാണ് ചൂടെണ്ണയിലിട്ട് പൊരിച്ച് എടുക്കുന്നത്. അപ്പോൾ ഇതിനെ ചൂടെണ്ണയിലിട്ടിട്ട് ഇങ്ങനെ എല്ലാം ഇതേപോലെ ബാറ്ററിൽ മുക്കി ചൂടെണ്ണയിലിട്ട് നമുക്ക് വറുത്തെടുക്കാം. പൊട്ടറ്റോ പിൻവീൽസ് നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനെ ഇനി സെർവ് ചെയ്യാം. പൊട്ടറ്റോ പിൻവീൽസ് റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ചായയിലൂടെ കഴിക്കാൻ പറ്റിയ സ്നാക്കാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്.